ഹായ് ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എങ്ങനെ ഇനി സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നട പൊട്ടുന്നതിന് നമ്മളൊരു എക്സ്ട്രാ ഒരു ശീല വെച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. 2 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ വെട്ടിയത്, അതായത് 2 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 4 ഇഞ്ച് ആയിരിക്കും അങ്ങനെ കേട്ടോ. അപ്പോൾ ഇനി അത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ക്രോച്ച് ഏരിയൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ കണക്റ്റ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇത് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാനിതൊന്ന് സ്കിപ്പ് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ അതുപോലെ തന്നെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ സെയിം അതുപോലെ തന്നെ മറ്റ് സൈഡിലും നമ്മൾ ഒരു പീസിൽ ചെയ്തു, ആ സൈഡിലും അതായത് ഇപ്പോൾ വലത് ഭാഗത്തും ചെയ്തു ഇടത് ഭാഗത്തും ചെയ്തു, അതായത് ബാക്ക് ഭാഗവും മുൻഭാഗവും നമ്മൾക്ക് ചെയ്യണം. എപ്പോഴും ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ല വൃത്തിയിൽ ഒപ്പം വെച്ചിട്ട് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ പാൻറ്റ് നമ്മൾ ഇപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ പാൻറ്റ് നമ്മൾ കൂട്ടി തയ്ക്കുമ്പോൾ അതിങ്ങനെ ചുളിഞ്ഞിട്ടും നമുക്കൊരു കറക്റ്റ് അളവല്ലാത്ത രീതിയിലൊക്കെ നിൽക്കും. അപ്പോൾ ആ ഒരു കറക്റ്റിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ നല്ല വൃത്തിയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ലോക്ക് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. അത് ചെയ്തതിന് ശേഷം പതിച്ചടിക്കാം. അതല്ലെങ്കിൽ ലോക്ക് ചെയ്യാതെ ലോക്ക് ചെയ്യാനില്ലാത്തവർ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അത് അങ്ങനെ അങ്ങോട്ട് പതിച്ചടിച്ചാൽ മതി. ഇനി പതിച്ചടിച്ച് മുന്നിലോട്ട് കാണണ്ട, നല്ല വൃത്തിയിൽ തന്നെ വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇത് അവിടെ നമുക്ക് 2 സ്റ്റിച്ചായിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ മറ്റേ പീസ് ഉണ്ടല്ലോ, 2 പീസായിരിക്കുമല്ലോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക പാൻറ്റിൽ. അപ്പോൾ ആ പീസ് നമ്മൾ ജോയിൻ ചെയ്യാണ്. ഓക്കെ, ബാക്ക് ഭാഗവും ജോയിൻ ചെയ്തു, മുൻഭാഗവും നമ്മൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി ഒരു അതർ ടിപ്പാണ് കേട്ടോ. ഞാൻ കത്രിക കെട്ടി വെച്ചിട്ടുള്ളത് കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും കത്രിക താഴോട്ട് വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടതാണ്. ആ കാണുന്നതാണ് എൻ്റെ ലോക്ക് മെഷീന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്കത് പതിച്ചടിക്കേണ്ടതുണ്ട്. പതിച്ചടിച്ചാൽ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ മുന്നിലോട്ട് കാണണ്ട സ്റ്റിച്ച് ഉള്ളിലോട്ട് പോയാൽ മതി എന്നുള്ളവർക്ക് അതിൻ്റെ ഉള്ളിൽ അടിച്ചാൽ മതി. ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റേ സ്റ്റിച്ചും കൂടി ചെയ്ത് അങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പതിച്ചടിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ ഒരു കറക്റ്റിന് അങ്ങ് സ്റ്റിച്ചിൽ നല്ല വൃത്തിയിൽ അങ്ങ് നിന്ന് പോയിക്കോളൂ കേട്ടോ.
ഇനി വേണ്ടത് നമുക്ക് എലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് ഒരു 4 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് വലിയ പീസാക്കിയിട്ട് വേണം നമ്മൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമുക്ക് ജോയിൻ ചെയ്യാം. കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2 പാൻറ്റ് ഒപ്പമാണ് തയ്ക്കുന്നത് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത പീസും ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ജോലി ഈസി ആകും. രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവുമാണ് ഒരാൾക്കുള്ളത് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് രണ്ടും അറ്റാച്ച് ചെയ്യാം. അതായത് നമ്മുടെ പാൻറ്റും ഈ ഒരു ഷീലയും കൂടെ അറ്റാച്ച് ചെയ്യുക. അതായത് അലാസ്റ്റിക് വെക്കാനുള്ള ആ ഒരു 4 ഇഞ്ചും കൂടി അറ്റാച്ച് ചെയ്യുക. മുകൾ ഭാഗത്താണ് കേട്ടോ, പാൻറ്റിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ അരവണ്ണത്തിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്യണത്. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാനതിൻ്റെ റീപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ അരവണ്ണത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യണത്. അരവണ്ണത്തിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റേ 2 പീസും കൂടെ ജോയിൻറ്റ് ചെയ്തത്. എന്നിട്ടത് ചെയ്തതിന് ശേഷം അത് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അരവണ്ണം അതായത് അലാസ്റ്റിക് വെക്കാനുള്ള ആ ഭാഗം 4 ഇഞ്ചിൻ്റെ പീസായിരുന്നല്ലോ, അത് ആദ്യം നമ്മളൊരു 1/4 ഇഞ്ചിൽ മടക്കി തയ്ച്ച് വീണ്ടും നമുക്ക് അതിൻ്റെ അരഭാഗത്തോട്ട് കൂടി ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് അളവിലായിരിക്കും പിന്നെ അതിൻ്റെ സെൻറ്റർ മടക്കിയാൽ കിട്ടുക. ആ ഒരു 1.5 ഇഞ്ചിലോട്ട് നമ്മളിങ്ങനെ അടിച്ച് പോവാം. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ കുറച്ച് ഒരു സ്പേസ് വിടണം സ്റ്റിച്ച് ചെയ്യാതെ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അലാസ്റ്റിക് അതിലോട്ട് ഇട്ട് നമുക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് അലാസ്റ്റിക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഒഴിവ് നമ്മൾ വീണ്ടും അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നോക്കാം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് എന്ന്. കണ്ടോ, ഇങ്ങനൊരു ഒഴിവ് ഞാനൊരു വിരലിൻ്റെ നീളത്തിൽ കണ്ടോ ആ ഒരു ഒഴിവ് വിട്ട് കൊടുക്കണം. എന്നിട്ട് അതിനുള്ളിലൂടെയാണ് നമ്മൾ അലാസ്റ്റിക് ഒരു പിന്ന് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ലെങ്ത്ത് നോക്കണം. കറക്റ്റ് ലെങ്ത്ത് 37 ഇഞ്ചാണ്. അപ്പോൾ ആ 37 ഇഞ്ച് ലെങ്ത്ത് വേണം. ആ ലെങ്ത്ത് എത്രയാണോ അത് നമുക്ക് അവിടെ അടയാളപ്പെടുത്തണം. ആ ലെങ്ത്ത് അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം എത്രയാണോ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടുന്നത് അത് മടക്കി തയ്ക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റ് പാൻറ്റിൻ്റെ അളവ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ കറക്റ്റ് പാൻറ്റിൻ്റെ അളവ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം നമുക്ക് മടക്കി തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഫസ്റ്റ് ഞാനത് മടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ 4 ഇഞ്ചിലാണ് നമുക്ക് അളവ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 4 ഇഞ്ച് തന്നെ എല്ലാ സൈഡിലും ഒരുപോലെ നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മളത് മടക്കി തയ്ക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ മടക്കി പിടിച്ച് ഒരു ഫോൾഡും കൂടി ചെയ്തു. ഇപ്പോൾ നമ്മളൊരു ഫോൾഡ് ചെയ്തു. ഇനി ഒരു ഫോൾഡും കൂടി ചെയ്താൽ നല്ലൊരു വൃത്തിക്കൊരു പട്ട വെച്ച പോലെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു വൃത്തി കിട്ടും. മറ്റേത് നമ്മളൊരു ഒന്ന് വലിച്ച് പിടിച്ചൊന്നൊരു വൃത്തിക്കൊന്ന് പിടിച്ച് പിന്നൊന്ന് ഫോഴ്സ് കുറച്ച് അങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നീറ്റായിട്ട് തന്നെ കിട്ടും. അതല്ലെങ്കിൽ ഒരു കുത്തി കൂടി കൊണ്ട് ഒരു കറക്റ്റ് അല്ലാതെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ല വൃത്തിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്.
ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ വീണ്ടും വീണ്ടും എടുത്ത് കാണാം. അപ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അടുത്ത കാല്, അതായത് വലത് കാലും ഇടത് കാലും വേണമല്ലോ. അപ്പോൾ നമ്മളൊരു കാലിൻ്റെ ചെയ്തു, ഇനി അടുത്ത കാലിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ഒരു ജാക്കിൻ്റെ F4 മെഷീനാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മെഷീനിൽ വെച്ചും, സാധാ ഒരു മെഷീൻ വെച്ചും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ പ്രൊഫഷണലായിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ലൊരു മെഷീൻ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മെഷീൻ വാങ്ങിച്ച് നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് സാധാ ഒരു മെഷീനായാലും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് അലാസ്റ്റിക് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. അലാസ്റ്റിക് 22 ഇഞ്ചാണ് നമ്മളുടെ അരവണ്ണം അലാസ്റ്റിക് ഇടുന്ന ഭാഗം. അപ്പോൾ നമ്മൾ 22-ൽ നിന്ന് 4 കുറച്ചിട്ട് വേണം, 4 ഇഞ്ച് അലാസ്റ്റിക് കുറച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോഴേ നമുക്കൊരു കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സാധാരണയായിട്ട് 5 ഇഞ്ച് കുറച്ച് 1 ഇഞ്ച് നമ്മൾക്ക് തയ്യൽ തുമ്പിനും, അങ്ങനെ 4 ഇഞ്ച് അങ്ങനെയാണ് കൊടുക്കാറ്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച്. അപ്പം നമുക്ക് ഇനി അതിലോട്ട് കൂട്ടാനുമില്ല കുറക്കാനുമില്ല. ആ ഒരു 4 ഇഞ്ച് കുറച്ച് നമുക്ക് 18 ഇഞ്ചിൽ അലാസ്റ്റിക് എടുത്തു. ഇനി അതിനുള്ളിലോട്ട് നമുക്ക് പിന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് അങ്ങനെ കയറ്റി കൊടുക്കാം കേട്ടോ. ആ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഭാഗം നമ്മൾ അടിക്കാതെ, ആ ഒരു ഭാഗത്താണ് നമ്മൾ അലാസ്റ്റിക് കൊടുക്കേണ്ടത്. അലാസ്റ്റിക് അങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ ഹോളിലൂടെ പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മളങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും ഈ ഒരു സ്റ്റിച്ചിങ് ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. നമുക്ക് ആവശ്യം ഇനി പുറത്തേക്കൊന്നും കൊടുത്തില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിന് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. 350, 400, 450, 300 സ്റ്റാർട്ടിങ് തന്നെ ചെറിയൊരു പീസ് നമ്മൾ അടിക്കാൻ തുടങ്ങുമ്പോൾ. പിന്നെ അതിൽ നിന്ന് നമുക്ക് വർക്ക് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടി വരികയാണ്. അപ്പോൾ എല്ലാവർക്കും വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചിങ് മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഞാനും ഇതുപോലെ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതല്ലാതെ പ്രൊഫഷണലായിട്ട് പോയിട്ട് പഠിച്ചിട്ടും ഒന്നും ഇല്ല. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസാണ് പ്രധാനം. കുറേ വീട്ടിൽ നിന്നിങ്ങനെ ചെയ്ത് യൂട്യൂബ് നോക്കി തന്നെയാണ് കേട്ടോ അധികവും പഠിച്ചിട്ടുള്ളത്. യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ച് പിന്നെ അതങ്ങനെ നമ്മൾ ഫസ്റ്റ് എനിക്കടിച്ചു, പിന്നെ കുട്ടികൾക്ക് അടിച്ചു കൊടുത്തു, അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ പുറത്ത് അങ്ങനെ ഓരോരുത്തർ വരവായി. അങ്ങനെ ഇപ്പോൾ അൽഹംദുലില്ലാ അത്യാവശ്യം നമുക്ക് അടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. പിന്നെ ഈ സ്റ്റിച്ചിങ് അലാസ്റ്റിക് കൊടുക്കുമ്പോൾ ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമുക്ക് അരവണ്ണം ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നല്ല വലിച്ച് പിടിച്ചിട്ട് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി, സ്റ്റിച്ച് നൂലിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടി കൊടുക്കുക. ഇപ്പം നമ്മളൊരു 2.5, 3-ലൊക്കെയാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ ഒരു 5-ൽ 4-ലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങാനും അവർക്ക് ടൈറ്റാണ് അല്ലെങ്കിൽ ലൂസാണ് എന്നൊക്കെ പറയുകയാണെങ്കിലും അപ്പോൾ നമുക്കത് ഒന്ന് ശരിയാക്കി കൊടുക്കാനും, അതല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നൂലിൻ്റെ ഡിസ്റ്റൻസ് 5 ഇട്ട് കൊടുക്കുക, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി കൺഫ്യൂഷനൊന്നും വേണ്ട, അതിട്ട് കൊടുത്തില്ല എങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ നടഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് തന്നെ പിടിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത് കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മളൊരു 6 ഇഞ്ചാണ് താഴോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. 6 ഇഞ്ചിൽ നിന്ന് നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം.
6 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ളായിട്ട് അങ്ങ് പോവാം. പിന്നെ 7.5 ഇഞ്ചാണ് മുകൾ ഭാഗത്ത് കുറച്ച് മുകളിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 7.5 ഇഞ്ച് തന്നെ നമ്മൾ അവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് നമ്മൾ അതിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. അത് എങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാൻറ്റ് റെഡിയായി. പിന്നെ അടിക്കുമ്പോൾ എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കസ്റ്റമറിന് മാത്രമല്ല നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതായത് നമുക്കത് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവില്ല. എങ്ങനെ ആയാലും 2 സ്റ്റിച്ച് കൊടുത്താൽ, അപ്പോൾ ഒരു സ്റ്റിച്ച് പൊട്ടിപ്പോയാലും മറ്റേ സ്റ്റിച്ച് അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കും. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അങ്ങ് വെറുതെ പോവരുത്. ഒരു ലൈക്ക് ബട്ടൺ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണുക. എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു.